മോഡിയുടെ പ്രസംഗം നിങ്ങൾ ആദ്യം കേൾക്കണം. മോഡി ആദ്യം പ്രസംഗിക്കുക ഗരീബി മാലോ. മോഡി ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ഒറക്ടർ സ്കില്ലുള്ള ആളൊന്നുമില്ല, പക്ഷെ അദ്ദേഹം മനോരമ ഹിന്ദി സംസാരിക്കും. ഉള്ള പോലെ പറയണല്ലോ, മറ്റേ മൂപ്പർക്കാവൂല. മോഡിയുടെ മുൻഗാമി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് മിണ്ടാനാവുന്നില്ല. മൂപ്പർ കടലാസാണ്. കടലാസ് നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലാസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ധന്യവാദം തീർന്നു. പക്ഷെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം വളരെ കൃത്യമായി എക്സ്റ്റംബർ സ്പീച്ച് എന്ന് പറയും. എക്സ്റ്റംബർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത, ഒരു സദസ്സിൽ പോയി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നോക്കി പ്രസംഗിക്കാൻ സ്കിൽ ഉണ്ടാവും. ചിലർക്ക് ഇൻബോൺ ആണ്. പ്രസംഗം എന്നതൊരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആണ്. എക്സസൈസ് എല്ലാവരും ജനിക്കും പ്രാസംഗികന്മാരൊന്നുമില്ല. ചിലർ ഇങ്ങനെ നമ്മളിപ്പോൾ ശരീരം ഇങ്ങനെ മെച്ചപ്പെടുത്തുക, വ്യായാമം എടുക്കുമ്പോൾ ശരീരം മെച്ചപ്പെടും. അതുപോലെ ഈ ഡിവൈഎഫ്ഐക്കാർ മനസ്സിലാക്കേണ്ട, അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും ആവൂലപ്പ, നിങ്ങൾ ഇന്നെ കൊണ്ട് ആവൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആവാൻ പോകുന്നില്ല. മറിച്ചാ ചെറുങ്ങനെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസംഗം നടക്കും. ഇദ്ദേഹം എക്സ്റ്റംബറാണ്. ഏത് സദസ്സിനകത്തും പോയി പ്രസംഗിക്കാൻ ശേഷിയുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം രാജ്യത്തോട് നടത്തിയ പ്രസംഗം തുടങ്ങും എങ്ങനെയാ? ഗരീബി വാലോ നീട്ടിവിളിയ. സ്വന്തം പാർട്ടിയിൽ പറ്റുന്ന ഉദാഹരണം പറയാനില്ലെങ്കിൽ പിന്നെ കൊള്ളാവുന്ന ഉദാഹരണം മറ്റു പാർട്ടിയിലുള്ളതായാലും പറയുക തന്നെ വേണം.